എനി പ്രോബ്ലം പ്രിയങ്ക? പ്രോബ്ലം എന്തെങ്കിലും ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കോ? എന്താ നടന്നത് പറ. എനിക്കിഷ്ടപ്പെട്ട എല്ലാത്തിനും നീ തകർത്തു. നിന്റെയോ? നിനക്ക് പിടിച്ച കാര്യം ഞാൻ എന്താ പോക്കിയത്? എൻ്റെ ഈഗോ, പിന്നെ എൻ്റെ എല്ലാ മിസ്റ്റേക്സും, പിന്നെ ഞാൻ ആരാണെന്ന്. നീ ശരിക്കും ഒരുപാട് മാറി. ഞാൻ ചേഞ്ച് ആയില്ല, നീ എന്നെ ചേഞ്ച് ചെയ്തു. നിനക്കൊരു കാര്യം അറിയാമോ ദുർജോയ്? ധൈര്യവും വാക്കുകളും ഒരു മനുഷ്യനെ മാറ്റാൻ പറ്റുമെന്ന് നീ സാധിച്ചു കാണിച്ചു. ഇപ്പൊ എൻ്റെ ലൈഫ് എന്നെ മാറിപ്പോയി. താങ്ക്സ് ദുർജോയ്, താങ്ക്സ്. നീ താങ്ക്സ് പറയാനാണ് ഇവിടെ വന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. Durjoy, will you marry me? നീ ഇപ്പോഴും ഈ ശീലം വിട്ടിട്ടില്ലേ? ഏയ് പോലീസ്, എന്താ വിചാരിച്ചിരുന്നേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടി നിർത്തുമെന്ന് വിചാരിച്ചായിരുന്നോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പോലും ഈ കൂടി നിർത്തിയിട്ടില്ല. അപ്പൊ നീ പറഞ്ഞിട്ട് പിന്നെ നീ എൻ്റെ ഡ്രസ്സിനും ഓർണമെന്റ്സിനും ഫുഡിനും ബ്യൂട്ടി പാർലറിലും പിന്നെ പാർട്ടിയിലും ചെലവ് ചെയ്തല്ലോ. ഒരു ദിവസം എനിക്ക് ഒരു ബോട്ടിൽ കുടിച്ചേ മതിയാവൂ. നീ മാറിയെന്ന് കരുതി നിന്നെ കല്യാണം ചെയ്ത് നിനക്കൊരു ജീവിതം തരാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ വീണ്ടും തുടങ്ങിയല്ലോ പ്രിയങ്ക. കേട്ടോ, ഇന്ന് മുതൽ നീ ഞാനും ചേർന്നാ കുടിക്കാൻ പോകുന്നേ. കുടി 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 നന്നായിട്ട് കുടിക്ക. കൂൾ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് എന്നെ പറ്റിക്കായിരുന്നല്ലേ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? ഞാൻ അന്ന് മുതൽ കുടി നിർത്തിയായിരുന്നു. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താന്ന് നീ മനസ്സിലാക്കി തന്നു. ലൈഫ് എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായി എനിക്ക്. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ അമ്മയും നിന്നെപ്പോലെ എന്നെ എങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. എൻ്റെ അമ്മയുടെ വാക്കുകൾ ഞാൻ ഒരിക്കലും കേൾക്കാതിരുന്നിട്ടില്ല. എൻ്റെ മിസ്റ്റേക്സ് എല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായി.
നീ നിന്റെ വാക്കുകൾ കൊണ്ടാണ് എന്നെ നന്നായിട്ട് തിരുത്തിയത്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പ്രിയ, സത്യാണോ? അതെ. ഇപ്പൊ എല്ലാരെ കാണുമ്പോഴും എനിക്ക് നല്ലൊരു റെസ്പെക്ട് തോന്നാറുണ്ട്. ഇതിനു ശേഷം ഞാൻ നിന്റെ പ്രിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അസ്മത്, ഇന്ന് രാത്രി 4 ലക്ഷം പീസ് ഇവിടുന്ന് ബംഗാളിലേക്ക് പോണം. ചേട്ടാ, ആ ഇൻസ്പെക്ടറാണ് നമ്മൾ ചെയ്യുന്നതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും? ഒരു കള്ളനായിരുന്നിട്ട് പേടിക്കാൻ പാടില്ല. ഇതിനു മുമ്പ് അയച്ച പോലെ തന്നെ ഇതും അയച്ചേക്കാം. അസ്മത്, നീ സാധനങ്ങൾ ധാക്ക സിറ്റിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളാം. ശരി സേട്ട്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ചേട്ടാ, നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? നോക്കിയേ, സാധനം ഇന്ന് രാത്രി ഡെലിവറി ആവണം. അതിന് നമ്മുടെ പ്ലാന് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇതിൽ യാതൊരു ചേഞ്ചസും കാണില്ല. പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. ഹലീം സാർ. സർ, പെട്ടെന്ന് വന്നതുപോലെ ഉണ്ടല്ലോ. അതെ സർ. സർ, ഞാൻ അക്ബറിന്റെ ഫയലെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ സുബു അല്ലേ, സാജി സാറിന്റെ മോൻ? അതെ. ഇവൻ സാജി സാറിന്റെ മകനാണോ ഷിബു? അതെ അങ്കിൾ, ഞാനാ. അക്ബർ എന്റെ അച്ഛനെ ഇൻസൾട്ട് ചെയ്തപ്പോ അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഒരുപാട് വിഷമിച്ചു. ആ അക്ബർ ചെയ്ത അപമാനം സഹിക്കാൻ വയ്യാതെ അച്ഛന്റെ തോക്ക് വെച്ചിട്ട് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയായിരുന്നു. ഇവിടെ നോക്ക്, കരയല്ലേ ഷിബു. കേക്ക്, നിനക്ക് അച്ഛനും അമ്മ ഇല്ലെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ എല്ലാവരും നിന്റോടൊപ്പം ഉണ്ടാകും. അങ്കിൾ, എന്റെ അച്ഛൻ പറയായിരുന്നു നിയമം കയ്യിലുണ്ടെങ്കിൽ എന്ത് വേണം ചെയ്യാൻ പറ്റുമെന്ന്. പോലീസിന്റെ അടുത്ത് നിയമമുണ്ടെന്ന്. എന്റെ അച്ഛൻ മരിക്കാൻ കാരണം അക്ബർ അല്ലേ? എന്നിട്ട് നിയമം എന്താ അയാളൊന്നും ചെയ്യാത്തെ? എന്തുകൊണ്ട് അവർക്ക് ഇനിയും ശിക്ഷ കിട്ടാത്തത്? അക്ബറിന് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ഇപ്പൊ നീ എവിടെയാണെന്ന് പറ. ഞാൻ പഴയ വീട്ടില് താമസിക്കുന്ന. അത് വാടക വീടാ. പക്ഷെ ഹൗസ് ഓണർ പറഞ്ഞു ഈ മാസം അവസാനം വീട് ഒഴിഞ്ഞു തരണോന്ന്. മാമ, ഇവനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. നാളെ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ നോക്കി ഇവനെ ഇവിടെ ചേർക്കാം. എന്ത് പറയുന്നു? ചേർത്ത് വിട്ടേക്ക് മോനെ. ഷിബുവിന്റെ പഠിപ്പും ചെലവും ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ശരി, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. എന്തെന്നാൽ നമ്മളിപ്പോ ഒരു ഫാമിലിയാ. വാ മോനെ, പോവാം. ശരി അങ്കിൾ. സർ, നിങ്ങൾ അക്ബറിന്റെ മേൽ ഒരു കേസെങ്കിലും കൊടുക്ക്, മതി. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം. ഞാൻ ഈ അക്ബറിനെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിൽ കമ്പി എണ്ണിക്കും. പ്ലീസ്, ഞാൻ സത്യമാണ് പറയുന്നത്. ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കേ. നിങ്ങൾ ഇവരുടെ ഭാര്യയല്ലേ? നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ആലോചനയില്ലേ? ഇങ്ങോട്ട് നോക്ക്, മോൻ ഇപ്പൊ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി പോലെ അയക്കാം. എന്ത് പറയുന്നു? ശരി സാറേ, ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാം. ഞങ്ങൾ പോട്ടെ. അസ്സലാമു അലൈക്കും. ഷിറ്റ്. അക്ബർക്കെതിരായിട്ട് ആരെങ്കിലും കേസ് കൊടുക്കാതെ എന്ത് ചെയ്യും? അവനെ എങ്ങനെ അറസ്റ്റ് ചെയ്യും?